ഹലോ സിയാഷ് ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് മെസ്സേജ് വന്ന് എല്ലാ വ്ളോഗേഴ്സും ഇങ്ങനെ ചെയ്യാറുണ്ട്, പിന്നെ നിങ്ങൾ മാത്രം എന്താ അത് പറയാത്തത്. അപ്പോൾ നമുക്കായിട്ട് ഒരു കുറവ് വരുത്തണ്ട. വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളൊരു വ്ളോഗ് ചെയ്തത്. പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയി. ഇതും ഒരു വീക്കെൻഡ് വ്ളോഗാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഓണത്തിൻ്റെ കലാശക്കൊട്ട എന്നുള്ള പേരിൽ ലാസ്റ്റ് സദ്യ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സദ്യ പറയാൻ കാരണം കഴിഞ്ഞ ചിങ്ങ ഒന്ന് തൊട്ട് നമുക്ക് ഇവിടെ ഓണത്തിൻ്റെ പ്രോഗ്രാം തന്നെയായിരുന്നു. അങ്ങനെ അവസാനം അത് കഴിഞ്ഞ ശനിയാഴ്ചത്തോടെ കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടിപൊളി ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രി ഒരു 11:30 വരെ നമ്മൾ ഫുൾ പരിപാടി ഓണായിരുന്നു. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു ചെറിയൊരു ഭാഗം അതിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ. ഇപ്പം ഞാൻ പോകുന്നത് ഫ്രണ്ട്സായിട്ട് ഒരു ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നലെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ദൂരത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓരെല്ലാം ഇന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു കൂടലെന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. അവസാനം എല്ലാവരും നേരം വൈകിട്ട് ഇത് ബ്രഞ്ചിലോട്ടെത്തി. ചിലർ ഫ്രണ്ട്സിൽ നിന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റൂല. കാരണം ഇവരെല്ലാം നമുക്ക് ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ ഈ വീക്കെൻഡും. ശരിക്കും നല്ലൊരു വ്ളോഗ് പ്ലാൻ ചെയ്തതായിരുന്നു. കഴിഞ്ഞ 2 ദിവസം പോയതേ അറിഞ്ഞിട്ടില്ല. കാരണം ഇവരുടെ കൂടെയുള്ള വീക്കെൻഡ് അത്ര രസേനു. നമ്മളെ വർത്തമാനത്തിൻ്റെ എല്ലാം ഇടയിൽ ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ മറന്നു എന്നുള്ളതാണ് സത്യം. വീടിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണിത്. ഞാൻ ചില വീഡിയോ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു മീ ടൈം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അധികം വന്നിരിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അകത്തിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീക്കെൻഡ് ആയതുകൊണ്ട് ഫുള്ളാണ് ബുക്ക്ഡ് ആണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് പ്ലാൻ ചെയ്ത്. കാരണം നമ്മളൊരു 6 ഫാമിലി ഉണ്ടായിരുന്നു. ഈടിപ്പോൾ സ്പ്രിംഗ് സീസൺ ആണെങ്കിലും അതിൻ്റെ യാതൊരു സ്വഭാവം ഇത് കാണിക്കുന്നില്ല. ചില ദിവസങ്ങളിൽ നിർത്താതെ മഴയായിരിക്കും, ചില ദിവസം നല്ല തണുപ്പും നല്ല ചൂടും ആയിരിക്കും. എന്തായാലും 3-4 ദിവസമായിട്ട് ഇവിടെ ഇപ്പം നല്ല വെതറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിരിക്കാമെന്ന് പ്ലാൻ ചെയ്ത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ ഇടങ്ങാറാണ്. കാരണം ഇവർ രണ്ടുപേരുടെ പേര് ഒരേതാ, ഷെസാന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷെസാവാൻ ഷെസാറ്റു എന്ന് വിളിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. നാട്ടിലുള്ളപ്പോൾ നല്ല രസമായിരുന്നു. കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പുറക്കുന്നൊന്നും നാസ്താക്കില്ല, നേരെ പുറത്ത് പോയിട്ട് ഒന്നില്ലെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് ഹോട്ടൽ, ഈ 2 ഹോട്ടലിലാണ് നമ്മൾ അധികവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അങ്ങനെ ഫ്രണ്ട്സെല്ലാം വന്ന് നമ്മളൊരു വലിയ മെനു ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാ ഡിഷും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കഥകൾ പറഞ്ഞിട്ടും ട്രോളിയിട്ടും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീക്കെൻഡും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അധിക വീക്കെൻഡിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. വല്ലപ്പോഴും ആണ് ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് പുറത്ത് പോകുന്നതും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടുള്ള ഈ ടൈമൊക്കെ കിട്ടുന്നത്. ഈ വീക്ക് കഴിഞ്ഞാൽ അടുത്ത 2 വീക്സ് ഇവിടെ സ്കൂൾ ഹോളിഡേ ആയിരിക്കും. ഇവിടെയുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ എല്ലാ 10 വീക്സ് കൂടുമ്പോൾ 2 വീക്സ് അവധിയായിരിക്കുമേ. ഇവിടെ സമ്മർ വെക്കേഷൻ വരുന്നത് ഡിസംബറിലാണ്. ഡിസംബർ, ജനുവരി സാധാരണ എല്ലായിടത്തും നല്ല തണുപ്പാകുമ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയമായിരിക്കും. നമ്മളെല്ലാവരും നാട്ടിൽ പോകുന്ന സമയമായിരിക്കും ഈ നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബിലാണ്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം പിന്നെ കളിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം ഓരെല്ലാം കളിക്കാൻ വിട്ട് സ്വീറ്റ് കഴിക്കാൻ സമയപ്പോൾ വേറെ ഒന്നും നോക്കിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് തന്നെയാണ് പോയത്. എനിക്ക് ഫ്രണ്ട്സിൽ കുറച്ച് റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു നല്ലൊരു ഫ്രണ്ടും കൂടിയാണ് അൽഫി. അവളുടെ CCT സിഡ്നി എന്നുള്ള കേക്ക് ഷോപ്പിലേക്കാണ് പോയത്. യമ്മി കപ്പ് കേക്ക്സ് ആയിരുന്നു. നിങ്ങളൊരു കേക്ക് ലവർ ആണെങ്കിൽ, പേസ്ട്രി ലവർ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇൻസ്റ്റയിൽ പോയിട്ട് CCT സിഡ്നിന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും. കഴിക്കാനും മാത്രമല്ല നല്ല മൊഞ്ചിനും. ഒരു കേക്ക് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടേനും. ഇവരുടെ മെയിൻ ഷോപ്പ് വന്നിട്ട് മിൻറ്റോ മാളിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് മിക്സഡ് കപ്പ് കേക്ക്സ് ആയിരുന്നു. റിച്ച് ഫ്ലേവർഡ് ആയിരുന്നു. പിള്ളേർക്കൊന്നും മതിയായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കരച്ചിലിനും ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ട്രൈ. അങ്ങനെ നല്ലൊരു ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ നാളെ തൊട്ട് ബാക്ക് ടു റൂട്ടീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങൾ സ്ഥിരം മീറ്റ് വാങ്ങിക്കുന്ന സ്ഥലത്താണ്.
ഇത് ബംഗ്ലാദേശികളുടെ ഷോപ്പാണ്. ഇവിടുന്നാണ് ഞാൻ മുന്നേയൊക്കെ അരിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ജീരകശാലയൊക്കെ കിട്ടാതിരുന്ന ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഞാൻ ഇവരുടെ കാലി ജീരയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് തന്നെ നല്ല ഹലാൽ മീറ്റും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണിക്കായാലും എന്ത് കറി വെക്കുകയാണെങ്കിൽ ഞാൻ അധികം ഇവിടുത്തെ മീറ്റാണ് വാങ്ങിക്കൽ. നല്ല ഫ്രഷ് മീറ്റ് നമുക്ക് കട്ട് ചെയ്ത് തന്നെ കിട്ടും. അതുകൊണ്ട് വലിയ ഇടങ്ങാറൊന്നുമില്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് മീറ്റും സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി ഞാൻ ഇന്നലെ ഫിഷ് വാങ്ങിക്കാൻ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നാട്ടിൽ നിന്ന് എന്നോട് കുറച്ച് പേരെങ്കിലും ചോദിച്ചു നമുക്കിവിടെ നല്ല മീൻ കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ആഡ് ആക്കുന്നത്. നമുക്കിവിടെ ഒരുവിധപ്പെട്ട എല്ലാ നല്ല മീനും കിട്ടും. ഈവൻ കല്ലുമുക്കായി വരെ ഇവിടെ കിട്ടും, ഒരു കുഴപ്പമില്ല. ചില മീൻ്റെ ഒന്നും പേരൊന്നും അറിയില്ലെങ്കിൽ കാണാൻ നല്ല രസമാണ്. ഞാനിവിടെ വന്നിട്ട് അധികം വാങ്ങിക്കുന്നത് മത്തി, ആവോലി, അയക്കൂറ, കൊഞ്ച് അങ്ങനെയുള്ള ഐറ്റംസാണ്. ഈ പ്രാവശ്യം നല്ല കല്ലുമുക്ക അവിടെ ഉണ്ടേനു, പക്ഷെ വാങ്ങിക്കാൻ നിന്നിട്ടില്ല. പിന്നെ നാട്ടിലെ അയില പോലെയല്ല ഈടുത്ത അയില. ഈടുത്ത അയിലക്ക് വേറെ തന്നെ ഒരു ചൊയ ആയതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ നിൽക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഭയങ്കര മോട്ടിവേഷനാണ്, ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.